ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു DIY റാപ്പ് പാൻസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ലൈക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷേ അതിനൊരു ട്രിക്ക് ഉണ്ട്, നമ്മളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് കട്ടിങ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഒരു മിനിയേച്ചർ മോഡലിലും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഈ വലിയ ഫാബ്രിക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാണ്ടിരിക്കുന്നുണ്ട് ഞാൻ മിനിയേച്ചറിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ അളവിനുള്ളൊരു പാൻറ്റ്, കറക്റ്റ് സൈസിലുള്ളൊരു പാൻറ്റ് എടുത്തിട്ട് ഈ തുണി 4ആയി മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ പാൻറ്റ് എന്ന് പറയുമ്പോൾ പലാസോ ആണെങ്കിൽ നല്ലത്, പക്ഷേ ഇത് പലാസോ അല്ല. അപ്പോൾ ഞാനിവിടെയൊരു പാൻറ്റ് വെച്ചിട്ട് അതുപോലെ വീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ മുകളിലും താഴെയും 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം, സൈഡിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുക തന്നെ വേണം. കാരണം നമുക്ക് ഇത് റാപ്പ് പാൻസ് ആണ്. അപ്പോൾ റാപ്പ് പാൻസിൽ നമ്മളിത് ചുറ്റി വരിക ചെയ്യുക. അപ്പോൾ നമുക്ക് കാലിൻ്റെ ആ ഒരു ഏരിയ കവറാവണമെങ്കിൽ ഇത്രയെങ്കിലും എക്സ്ട്രാ ഫാബ്രിക് എടുക്കണം. പിന്നെ ഇത് റിവേഴ്സിബിൾ ആക്കണമെങ്കിൽ ഇത് ഒരു മെറ്റീരിയലാണ്. അപ്പം നമ്മൾ ഇതേപോലെ 2 മെറ്റീരിയൽ കട്ട് ചെയ്യണം. അപ്പം ഇതിൻ്റെ കട്ടിങ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മളെ കയ്യിൽ 4 പീസ് പാൻറ്റിൻ്റെ ഈ ഒരു കട്ടിങ് ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മൾ അടുത്ത ഫാബ്രിക്കും 4ആയി മടക്കി വെക്കണം. അതിൻ്റെ മുകളിൽ ഒരിക്കൽ കട്ട് ചെയ്ത ഒരു ഫാബ്രിക് എടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് അതേ രീതിയിൽ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ 8 പീസ് ഫാബ്രിക് എടുക്കും, 4 ഒരു കളറിലും 4 വേറൊരു കളറിലും. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ടൈ ഉണ്ടാക്കാം, ആ ഒരു ബാൻഡിൻ്റെ ഫിക്സ് ആക്കുന്ന. അപ്പോൾ അതിന് വേണ്ടി ആ ബാക്കിയുള്ള ഫാബ്രിക്കിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം നമുക്ക് ടോട്ടലി 4 ടൈ വേണം. അപ്പോൾ അതിന് വേണ്ടി 8 പീസും വേണം. അപ്പോൾ 8 ഇല്ലാത്ത 4 പീസ് ഞാൻ ഒരു ഫാബ്രിക്കിന്നും 4 പീസ് ഞാൻ വേറൊരു ഫാബ്രിക്കിന്നും എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ വേറെ ആയിട്ടാണ് വെക്കുന്നത്, ഒരു ബ്രൗണിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് അങ്ങനെ രീതിയിൽ. അപ്പോൾ നമുക്കത് റിവേഴ്സിബിൾ പാൻ്റ് ആയതുകൊണ്ട് 2 കളറും ഒരേ ഡ്രസ്സ് ഇടുമ്പോൾ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ വരച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് മറിച്ചിടുക വേണ്ടത്. അപ്പോൾ ഇത് ഈസിയായി 3 എണ്ണം മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയായി മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മളിങ്ങനെ ശക്തിയിൽ ഫോഴ്സിൽ ഇങ്ങനെ അടിച്ചിട്ടാകുമ്പോൾ അതിങ്ങനെ മറിച്ച് ഇടാൻ വളരെ ഈസിയാണ്. കണ്ടോ, ഇങ്ങനെയാക്കി അത് വേഗം കിട്ടും. അപ്പോൾ അതെൻ്റെ ഒരു ചെറിയ ടിപ്പാണ്. നമ്മളിത് നല്ലൊരു ഫിനിഷിന് വേണ്ടിയിട്ട് ഈ 2 സൈഡും ആ ഒരു 2 സൈഡും കൂടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് നല്ല അതേപോലെ നിന്നോളും. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പീസ് ഫാബ്രിക് എടുക്കുക. അതിന് ശേഷം രണ്ടാമത്തതിൻ്റെയും അതുപോലത്തെ 2ൻ്റെയും നല്ല സൈഡ് ഒപ്പരം ചേർത്തി വെക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു ഏരിയ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഏരിയ മാത്രം 2ഉം 2ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബ്രൗണിൻ്റെയും അതേപോലെ 2 വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് തിരിയുന്നതുകൊണ്ടാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ആ ഫാബ്രിക് ഉണ്ടാവും. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതുപോലെ മൊത്തത്തിൽ 8 പീസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 പാൻറ്റാക്കി കൂടെയും തോന്നുന്നുണ്ടാവും ചില ആൾക്കാർക്ക്. പക്ഷെ അത് എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു പാൻറ്റ് ഇത് തിൻ ക്ലോത്ത് ആണെങ്കിലും ശരി ഒന്നിൻ്റെ ലൈനിങ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്നെസ് ഉള്ളൊരു പാൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാകുമ്പോൾ പിന്നെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ആ ഒരു പാൻറ്റിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു കാലിൻ്റെ ഭാഗത്ത് മുതൽ ആ ഒരു ക്രോച്ച് ഏരിയയും കവർ ചെയ്ത് പിന്നെ അടുത്ത കാലിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതായി കാണുന്ന പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേ സെറ്റപ്പ് നമ്മൾ അടുത്ത ഫാബ്രിക്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് നല്ല വശം വെച്ച് പിന്നെ അടുത്തതിൻ്റെ നല്ല വശം ഇതിനോട് ചേർത്ത് വെച്ച് ഈ ഒരു രീതിയിൽ ആ ഒരു മാർജിൻ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരിക. ഇത് വെച്ച് തുറന്ന് പിന്നെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ക്രോച്ചിൻ്റെ ഏരിയ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ,
എന്നാലേ നമുക്ക് ആ ഒരു നല്ല ഫിനിഷ് കിട്ടുള്ളൂ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അവിടെ കുടുങ്ങിപ്പോവാത്ത രീതിയിൽ സ്ട്രെച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഒരു പാൻറ്റ് കിട്ടും. പക്ഷെ നമുക്കത് റിവേഴ്സിബിൾ ആക്കണമെങ്കിലാണ് ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് രണ്ട് വേറെ വേറെ പാൻറ്റ് ആക്കാനും മതി. അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് സെയിം സ്റ്റെപ്പ് തന്നെ. ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് മറ്റേ ഫാബ്രിക്കിൻ്റെ ആ ഒരു അതേ സെയിം പാർട്ടിനോട് നല്ല സൈഡ് ചേർത്ത് വെക്കുക, ഇതേപോലെ. അപ്പോൾ ഇതിൽ എനിക്ക് തന്നെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും മനസ്സിലാകാണ്ടായിപ്പോയി. കാരണം ഞാൻ കുറേ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്നത് പോലെയാണ് തോന്നിയത്. അപ്പോൾ അതിനാണ് ഞാൻ ഈ മിനിയേച്ചർ ആ ഒരു ബാർബീൻ്റെ ഡ്രസ്സ് പോലത്തെ രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവാത്ത പോലെ ഉണ്ട്, ഇതെന്തായി ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മിനിയേച്ചറിൽ ശരിക്കും മനസ്സിലാകും. അപ്പോൾ അതിന് എല്ലാവരും കാണുക ഫുള്ളായിട്ട്. നമ്മൾ ഇതുപോലെ വെച്ചിട്ട്, അപ്പോൾ ഇനി പറയുന്നത് ഇത് വേസ്റ്റിൻ്റെ ഏരിയയിലാണേ. അപ്പോൾ ഇത് വേസ്റ്റിൻ്റെ ഏരിയ ബാൻഡ് നമ്മളിങ്ങനെ ഇതുപോലെ വേണം മടക്കി കൊടുക്കാൻ. എന്നിട്ട് അതിന് ശേഷം ഒരു ടൈ എടുത്തിട്ട് സെയിം കളർ വരുന്ന രീതിയിൽ അവിടെ ഒന്ന് നീറ്റായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ. ബ്രൗൺ കളറിനോട് ബ്രൗൺ കളറും ബ്ലാക്ക് കളറിനോട് ബ്ലാക്ക് കളറും, നിങ്ങൾ എന്ത് കളറാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ബാൻഡിൻ്റെ ആ ഏരിയയിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മളത് തിരിച്ചെടുക്കുമ്പം പുറത്തേക്ക് വരുള്ളൂ. ഈ രീതിയിൽ വെച്ചിട്ട് വേണം കാലിൻ്റെ ഭാഗത്ത് മുതൽ മുകളിലേക്ക് അടിച്ചു വരാൻ. അപ്പോൾ ഇവിടെ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ജംഗ്ഷൻ ഇതുപോലെ കാണുന്ന രീതിയിൽ തുറന്നു വെക്കുക. അതിനുശേഷം മറ്റേൻ്റെ ഫാബ്രിക്കിൻ്റെയും ഇതേപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടും. മുകളിൽ രണ്ട് ബാൻഡിൻ്റെ ഏരിയ ഉണ്ടാവും, പിന്നെ രണ്ട് ലെഗ്സിൻ്റെ പോർഷനും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അതേപോലെ വെച്ചിട്ട് നമ്മൾ ബാൻഡിൻ്റെ ഏരിയ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗത്തും വേസ്റ്റിൻ്റെ ഏരിയ ഒഴിവാക്കണം. അതിന് ശേഷം ഈ വേസ്റ്റിൻ്റെ ഏരിയ ഒഴിവാക്കിയിട്ട് എല്ലാ ഭാഗത്തുനിന്നും കാലിൻ്റെ ഇതുപോലെ കാലിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാലിൻ്റെ ഭാഗമാണ്. എന്നിട്ട് നമ്മൾ ചുറ്റി വന്നിട്ട് അവിടെ നിർത്തണം, അവിടെ സ്റ്റിച്ച് ചെയ്യണ്ട. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ അതേ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അവിടെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാകുമ്പോഴാണ് നമുക്ക് ഇനി ബാൻഡ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കാലിൻ്റെ പോർഷൻ, ബോട്ടം പോർഷൻ നമ്മൾ സൈഡിൽ നിന്ന് മുകളിലേക്ക് അടിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ മുകളിലേക്ക് അടിച്ചടിച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ ബാൻഡിൻ്റെ വേസ്റ്റ് ഏരിയയിലെത്തി. ഈ വേസ്റ്റ് ഏരിയയിൽ നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഈ ഫാബ്രിക് മടക്കി വെക്കുക. ഒന്ന് ബാക്കിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും ആക്കി മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് ബാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതേ പൊസിഷനിൽ അനങ്ങാതെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 4 ഭാഗത്തും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു സൈഡ് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് കൂടെ വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് കിട്ടുക. ആ ഒരു സെയിം കളർ മാച്ച് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബാൻഡ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കാലിൻ്റെ ആ ഭാഗത്തു നിന്ന് മുകളിലേക്ക് അടിച്ച് വരുന്ന ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇത് ബാൻഡാണെന്ന് വെച്ചാൽ ഇതുപോലെ ബാൻഡ് ഉള്ളിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അവിടെ സ്റ്റിച്ച്, ഇപ്പോൾ ഞാനിവിടെ മടക്കി കാണിക്കുന്നില്ല, പക്ഷേ ശരിക്കുള്ള ഫാബ്രിക്കിൽ മടക്കണം. അപ്പോൾ അവിടെയും ഉള്ളിലേക്ക് അങ്ങനെ 4 ബാൻഡ് നമുക്ക് മൊത്തത്തിൽ വെക്കാനുണ്ട്. അപ്പോൾ എല്ലാം ഉള്ളിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിതിങ്ങനെ മറിച്ചിടാം. പാൻറ് ഇങ്ങനെ വേണം മറിച്ചിടാൻ. അങ്ങനെ മറിച്ചെടുത്തിട്ടാകുമ്പോൾ മൊത്തത്തിൽ എല്ലാ കോർണറൊക്കെ ഷാർപ്പാക്കിയിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ ഇതാ പാൻറ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒന്ന് പിന്നെ മറിച്ചിട്ടാൽ നമുക്ക് 2 പാൻറ്റായിട്ട് കിട്ടും. എവിടെയും ഓപ്പണിങ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പഫി ആയിട്ടുള്ള എഡ്ജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും നമ്മളൊന്ന് ചേർത്ത് അടിച്ചു കൊടുക്കണം. ഇതുപോലെ കാലിൻ്റെ ഭാഗവും എല്ലാ ഭാഗത്തും നമ്മൾ ചേർത്ത് അടിച്ചു കൊടുക്കണം. എന്നാൽ നമുക്ക് ആ ഒരു നല്ല സ്ലീക്കായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ ഇനി ഈ ബാൻഡിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനൽ ഫാബ്രിക്കിൽ നമ്മൾ ഇതും ഇങ്ങനെ മടക്കിയിട്ടായിരുന്നു ബാൻഡ് വെച്ച് കൊടുത്തത്.
അപ്പോൾ നമ്മളങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബാൻഡിൻ്റെ ഏരിയ അടിക്കാൻ പറ്റും. ഈ ഫാബ്രിക്കിൽ ഈ ഒരു ചെറിയ ക്ലോത്തിൽ ഞാൻ കാണിക്കുമ്പോൾ അത് കുറച്ച് ടഫാണ്, നമ്മളിങ്ങനെ ചെറിയ പാർട്ട് മടക്കുമ്പോൾ. പക്ഷെ ശരിക്കും ചെയ്യാനത് നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പം പാൻറ്റ് ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് വെക്കുന്നത് എങ്ങനെയാണ്, ബാൻഡിൻ്റെ കംപ്ലീഷൻ കാണിച്ചു തരാം. ഈ വേസ്റ്റ് ഏരിയയിൽ ഇതുപോലെ നമ്മൾ 2 ഭാഗത്തും മടക്കിയിട്ടാണ് ബാൻഡ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് ഇതേപോലെ എടുത്തിട്ട് ആ ഒരു സ്ട്രെച്ച് നമ്മൾ സൈഡിൽ നിന്ന് മടക്കി വെച്ച ആ പോർഷൻ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ, ഇത് ഞാനിതിൻ്റെ ഫിനിഷിംഗ് എല്ലാം കാണിച്ചു തരാണ്. അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഫിനിഷ് വരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടാകുമ്പം ഇതുണ്ട്, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഫോൾഡിങ് വരും. ആ ഫോൾഡിങ് കൃത്യമായി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്, 2 ക്ലോത്തും ചേർത്തിട്ട്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് ഫോൾഡ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ആ ഫോൾഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനലി നമ്മളിത് സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എല്ലാ ഭാഗത്തും ഇങ്ങനത്തെ സ്റ്റിച്ച് കൊടുത്തിട്ടാകുമ്പോൾ നല്ല അയൺ ചെയ്ത പോലത്തെ ഒരു ഫിനിഷ് കിട്ടും. അങ്ങനെ പാൻറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും പാൻറ്റ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.